السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال: أوصاني خليلي بثلاث بصيام 3 أيام من كل شهر وركعة الضحى وأن أوتر ഖബല അൻ അർഖുദ. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് ഇബാദത്തും അമലും വർദ്ധിപ്പിക്കുക. എന്നും ഒരേ കുടലിൽ കൂടി ചാടുന്ന വെള്ളം പോലെ അല്ല, മറിച്ച് അവയിൽ വർധനവുണ്ടാകുക. ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നൊരു 10 തസ്ബീഹ് അധികമായി പറഞ്ഞെങ്കിൽ നാളെ 11 ആക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കാം. ഒരു മൾട്ടി ജിംനേഷ്യത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് പോലും അവർ ഇന്നൊരു 10 പുഷപ്പെടുത്താൻ നാളെ 11 എടുക്കുക, മറ്റന്നാൾ 15 എടുക്കുക, അങ്ങനെ കൂട്ടി വരും. അത് ദുനിയാവിൻ്റെ കാര്യമാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് അതല്ല, അതിൽ വലുത് ആഖിറത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 10 നാളെ 11 എന്ന് രൂപത്തിൽ വർദ്ധിപ്പിക്കുകയല്ലാതെ ചുരുങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു: വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഖുർആൻ തൊട്ടാലും ഖുർആൻ എടുത്താലും ഖുർആൻ ഓതിയാലും ആ സെക്കൻഡിലുണ്ടായിരുന്ന അളവ് എത്രയാണോ ഈമാൻ്റെത് അതിൽ നിന്ന് വീണ്ടും കൂടും, പിന്നെ എടുക്കുമ്പോൾ വീണ്ടും കൂടും. ഇങ്ങനെ കൂടി ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന കാമിലാകുന്ന ഒരവസ്ഥയിൽ കമാലിയത്തിലേക്ക് എത്താൻ ഉപകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നല്ല ശീലങ്ങൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫർളുകൾ, ഉദാഹരണമായിട്ട് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള സുന്നത്തുകൾ, അതാണ് നമ്മൾ കുറേ ദിവസങ്ങളായി പറഞ്ഞു വന്നിരുന്നത്. നോമ്പാണ് സൗം എങ്കിൽ അതിനുശേഷമുള്ള സുന്നത്ത് നോമ്പുകൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അറഫ ദിവസം എടുത്തു, ഇനി ദുൽഹിജ്ജ കഴിഞ്ഞാൽ മുഹറം വരും, അതിൽ 9, 10. അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ദിവസം നോമ്പെടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതും ഒക്കെ എടുക്കാൻ പറ്റും. സക്കാത്താണെങ്കിലോ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതൊക്കെ സദഖയാണ്. ഹജ്ജാണെങ്കിൽ അതിനുശേഷം പിന്നീട് ഉംറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തതാബിഉൽ ഉംറ, ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് ഉംറകൾ വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണും. ഇവിടെ തൻ്റെ ഇഷ്ട സ്നേഹിതന്മാരായ ഖലീൽ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് നൽകിയ പേര്. അതുപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ ഔസ്വാനി ഖലീലി, എൻ്റെ ആത്മമിത്രം എനിക്ക് ചില വസൂയത്തുകൾ നൽകിയിട്ടുണ്ട്. ആ നല്ല ബന്ധമാണ് കാണിക്കുന്നത്. ആ വസൂയത്ത് 3 എണ്ണമാണ്. അതിൽ ഒന്നെന്താ? ബി സുയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസത്തിലും 13, 14, 15 ദിവസങ്ങൾ, അയ്യാമുൽ ബീദ് വെളുത്ത ദിവസങ്ങൾ, നല്ല നിറമുണ്ടാകുന്ന ചന്ദ്രന്റെ പ്രഭയുണ്ടാകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക, 3 ദിവസം നോമ്പെടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. ഇതിൽ അയ്യാമത്തെ തശ്രീഖിന്റെ 1 ദിവസം പെടുന്നു എന്ന് നോക്കിയാൽ ബാക്കി 2 ദിവസം അവിടെ കിടക്കുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ചെയ്യാം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു റകഅത്തൈ അദ്ദുഹ, ളുഹ നമസ്കാരത്തിൽ അത് ഏറ്റവും ചുരുങ്ങിയത് 2 നിസ്കരിക്കണം. ഹദീസുകളൊക്കെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, 4 8 നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ളുഹ നമസ്കാരം, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞു വഅൻ ഊതിറ ഖബല അൻ അർഖുദ, ഉറക്കത്തിലെ അല്ലെങ്കിൽ രാത്രിയിലെ ഏറ്റവും അവസാനത്തേതിൽ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന വിത്ർ, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറയപ്പെടുന്ന നിസ്കാരം നിസ്കരിക്കാൻ. അപ്പം 3 കാര്യങ്ങൾ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹബീബുകളായ ഖലീലുകളായ ആത്മമിത്രങ്ങളോട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാകാനും മുത്തബീസുന്നയാകാനും മുഹീസുന്നയാകാനും ആഗ്രഹവും താല്പര്യമൊക്കെ ഉള്ള ആളുകളാണ്. നമുക്കും പരമാവധി ആ വസിയ്യത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ ഏതെങ്കിലുമൊക്കെ അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച പാപങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി മറച്ചുവെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ
എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇബാദത്തുകൾ അവയുടെ കൃത്യമായ സമയത്തും സന്ദർഭത്തിലും നിർവഹിക്കുവാൻ ആവശ്യമായ നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ ആശുപത്രികളിലും വീടുകളിലും ഈ മസ്ജിദിലും ഒക്കെയുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും ദാഖത്തും ആഫിയത്തും അല്ലാഹു നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോട് പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും ശുഹദാക്കളും സലഫുകളും സ്വാലിഹുകളുമായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.